പീപ്പിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിത മേഖലകളിലെ വിദ്യാർത്ഥികൾക്കായി റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നത് അടക്കമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു ക്യാമ്പ്. വിദ്യാർത്ഥികളെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കേന്ദ്ര സർവകലാശാലകളിലേക്കും ഉയർന്ന പഠന സാധ്യതകളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പീപ്പിൾസ് ഫൗണ്ടേഷന്റെ ചൂരൽമല പുനരധിവാസ പദ്ധതിയായ എറൈസ് മേപ്പാടിയുടെ ഭാഗമായായിരുന്നു പരിപാടി. പിണങ്ങോട് പീസ് വില്ലേജിൽ നടന്ന ക്യാമ്പിൽ 8 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ദുരന്തബാധിതരായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനങ്ങൾ സംഘടിപ്പിച്ച് അവർക്ക് മെൻറ്റർഷിപ്പ്, കരിയർ കൗൺസിലിംഗ് നൽകി അവരുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. വിദഗ്ധരുടെ നേതൃത്വത്തിൽ വ്യക്തിത്വ വികസനം, കരിയർ ഗൈഡൻസ്, മാനസികാരോഗ്യ പിന്തുണ, ടീം ബിൽഡിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ സെഷനുകളായാണ് ക്യാമ്പ് നടത്തിയത്. നമ്മുടെ സെൽഫിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മളെ തന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ നമ്മുടെ കരിയറിന് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ കോളേജസ്, സ്കോളർഷിപ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ ആക്ടിവിറ്റീസ് ത്രൂ ഔട്ട് ലൈഫ് സ്കിൽസ്, അങ്ങനത്തെ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറേ ഗിഫ്റ്റ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അശ്വിൻ കുമാർ KAS ക്യാമ്പിന്റെ മുഖ്യാതിഥിയായിരുന്നു. പീപ്പിൾസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ M. അബ്ദുൽ മജീദ്, സെക്രട്ടറി ഉമർ ആലത്തൂർ, ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നിഷാദ് VM ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മീഡിയ 1 വയനാട്.